ബാംഗ്ലൂർ വന്നിട്ട് അവിടുത്തെ സ്ട്രീറ്റുകളും മാർക്കറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ എന്നിട്ട് കാര്യം. അപ്പോൾ അതേ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങണം, റെഡിയൊക്കെ ആയിട്ട്. ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ടപ്പുറത്ത് തന്നെ ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതെ അവരോട് തന്നെ ചോദിച്ചാൽ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫലൂഡ മിനിയാണ് ഓർഡർ ചെയ്ത് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. നമ്മൾ നാട്ടിൽ ഷെയ്ക്കും ഐസ്ക്രീമൊന്നും ഇപ്പോൾ തീരെ കഴിക്കാറില്ല, ഷുഗർ കട്ടിങ് ആയതുകൊണ്ട്. പക്ഷേ ഇതൊരെണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു അഡീഷൻ പോലെയും എന്തൊരു പ്രത്യേക ടേസ്റ്റ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ എത്തിയതാണ് കൊമേഴ്ഷ്യൽ മാർക്കറ്റ്. മക്കളെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ബാംഗ്ലൂർ, നല്ല കളർഫുള്ളായിട്ടുള്ള ബാംഗ്ലൂർ. ഇവിടെ വന്നാൽ നമ്മുടെ കണ്ണക്കഞ്ചിക്കെന്ന് പറയില്ല, അതേപോലത്തെ സെറ്റപ്പാണ് ഇവിടുത്തെ ഡ്രസ്സുകളും. ഇവിടെ എന്തിട്ട് കിട്ടാത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തെളിയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതേ കല്യാണത്തിനൊക്കെ വേണ്ട അടിപൊളി ടൈപ്പ് ഡ്രസ്സുകളും കുറേ മോഡലുകൾ, നാട്ടിലൊക്കെ എത്താത്ത ടൈപ്പ് മോഡലുകളില്ലേ, അങ്ങനത്തെ ഒരുപാട് ഈ ഏരിയ മൊത്തം അങ്ങനത്തെ ഷോപ്പാണ്. ഇത്തിരിയും ലക്ഷറി ആയിട്ടുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ കൈവഴികളുണ്ട്. അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാർഗൈൻ ചെയ്ത് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ അതേ ബാംഗിൾ ഷോപ്പിൽ കയറി നമ്മൾ കാണാത്ത മോഡൽ വളകളൊക്കെയാണ് ഇഷ്ടം പോലെ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കോസ്മെറ്റിക്സൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കണം കേട്ടോ. ബാർഗെയിൻ ചെയ്യണവർക്ക് ഇവിടെ പോയിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവരൊന്നും കാര്യമില്ല. അവർ പറയണ വിലയ്ക്ക് മേടിച്ച് കൊണ്ടുവരണം. ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 50 രൂപ 60 രൂപ 100 രൂപ, ബാഗുകളൊക്കെ 200 എന്നൊക്കെ പറയുന്നത്. അപ്പം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും റേറ്റ് കുറവിന് കിട്ടുമായിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് MG റോഡിലെത്തി. MG റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ബീർ വൈൻ പാർലർ, പബ്ബുകൾ, അങ്ങനത്തെ ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങളവിടെ പബ്ബിൽ കയറി, പബ്ബിലല്ല അതിൻ്റെ റെസ്റ്റോറൻറ്റിൽ കപ്പിൾ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ കയറി ഇരുന്നിട്ട് ഞങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ റൂമിലൊക്കെ വന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അവരോടാണ് ചോദിച്ചു അടുത്ത് ഏതാ നല്ല ഫുഡൊക്കെ കിട്ടണമെന്ന്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് ഇതേ ഈ ഷവായാണ് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തത്. ഷവായ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഒരു ക്വാർട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അതേ ആ ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. രാത്രി ആയി കഴിഞ്ഞാൽ മക്കളെ ബാംഗ്ലൂരത്തെ ഒരു തിക്കും തിരക്കും, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തിക്കും തിരക്കാണ് അവിടെ. നമ്മുടെ നാട് പോലെയല്ല.